ഗുഡ് മോർണിംഗ്. നമ്മളന്ന് പഠിച്ചതിന്റെ ബാക്കി രണ്ട് കാര്യങ്ങൾ, പ്രധാനമായിട്ട് രണ്ട് കാര്യം പഠിക്കാം സമയമുള്ളതനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ അതിനകത്ത് ഒരു സ്റ്റെപ്പിനകത്ത് ഇങ്ങനെ സംഭവം നടന്നു, നിങ്ങൾക്കറിയാമല്ലോ. അതായത് പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന സാധനം, അതായത് PS2-ൽ നിന്നും ഇലക്ട്രോൺ പുറത്തേക്ക് ഇങ്ങോട്ട് പോകും അല്ലെ, സൂര്യപ്രകാശം വീഴുമ്പോൾ. അതല്ലേ നമ്മൾ പഠിച്ചത്. എന്നിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് അതിനകത്ത് ഒരു ETS എന്ന സാധനം, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നൊരു ഒരു ചെയിൻ ഓഫ് കെമിക്കൽസ്. ആ ഇലക്ട്രോണിനെ, എനർജി ഇല്ലാത്ത ഇലക്ട്രോണിനെ PS1-ലേക്ക് കൊണ്ട് കൊടുക്കും. അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അത് വീണ്ടും സൂര്യപ്രകാശം വീഴുന്നു, മുകളിലേക്ക് പോകും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സംഭവം നടക്കുന്നത് ADP + P gives ATP. ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് അല്ലെ. അതാണ് ഫോസ്ഫോറിലേഷൻ. അത് നടക്കുന്നുണ്ടാണ് നമ്മൾ ഇതിനെ ഫോസ്ഫോറിലേഷൻ എന്നുള്ളത്. ഇത് രണ്ട് സ്റ്റെപ്പിൽ നടക്കും, സൈക്ലിക് നടക്കും, നോൺ സൈക്ലിക് നടക്കും. ഈ ഫോസ്ഫോറിലേഷൻ നടക്കുന്ന ADP + P ATP എന്നൊക്കെ പറയുന്നത് അതാണ് സിമ്പിളായി നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് പറയുമ്പോൾ വലിയ കാര്യം നടക്കും അല്ലെ. ഇപ്പോ ഒരു JCB ഒരു മലയിടിച്ച് നിരത്തി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മലയിടിച്ച് നിരത്തി. പക്ഷെ എന്തുമാത്രം അധ്വാനങ്ങൾ അല്ലെങ്കിൽ എന്തുമാത്രം സാങ്കേതിക വിദ്യകൾ, എന്തുമാത്രം സമയം ഒക്കെ അതിനകത്ത് എടുക്കും എന്ന് പറയുന്ന പോലെയാണ് ഇത്. വലിയൊരു വിശാലമായ ഒരു സംഭവമാണ്. അത് എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഇവിടെ നടക്കുന്നതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ ATP എങ്ങനെ ഉണ്ടാകുന്നു എന്നൊരു പ്രക്രിയ അത് നമ്മൾ വേറെ ഒരു ടേംസിലാണ് പഠിക്കുന്നത്. അത് ഒരു പ്രത്യേക ഹൈപ്പോത്തസിസ് ആണ്. ഹൈപ്പോത്തസിസ് പേരാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഹൗ ദിസ് ATP is produced here എന്നാണ്. ഈ ATP ഉണ്ടാകുന്ന കൊച്ചു കാര്യമല്ല, അത് വലിയ ഒരു സംഭവമാണ്. അത് നടക്കുന്ന മൊത്തം കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത്. ഈ തത്വം അനുസരിച്ചാണ് എഴുതിയിട്ടുണ്ട്. അത് പീറ്റർ മിച്ചൽ എന്നൊരു സയന്റിസ്റ്റ് ആണ് അവതരിപ്പിച്ചത്. പീറ്റർ മിച്ചൽ എന്നൊരു സയന്റിസ്റ്റ് ആണ് കൊണ്ടുവന്നത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലിവിംഗ് മെംബ്രെയിൻ, ഇതൊരു ലിവിംഗ് മെംബ്രെയിൻ എന്ന് വെച്ചാൽ സപ്പോസ് പ്ലാസ്മ മെംബ്രെയിൻ, അതിന്റെ ഇരുവശത്തോട്ട് പ്രോട്ടോണിന് ഗ്രേഡിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ, നമുക്കിത് പ്രോട്ടോൺ ആണ്, ഇത് പ്രോട്ടോൺ ഇവിടെ 10 ഉണ്ട്, ഇവിടെ 25 ഉണ്ട്. ഇപ്പൊ ഗ്രേഡിയൻസ് ഉണ്ടല്ലോ അല്ലെ. If there exist proton gradients in either side of a living membrane, proton will tend to move from higher concentration to lower concentration. എന്നാ ഇവിടെ കൂടുതലുള്ള പ്രോട്ടോൺ അങ്ങോട്ട് പോകാൻ ശ്രമിക്കും. Till it becomes equilibrium. അത് തുല്യമാകുന്നത് വരെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ 20, ഇവിടെ 10, 20 ആണെങ്കിൽ ഇവിടുന്ന് 5 കൂടെ അങ്ങ് പോയിട്ട് ഇവിടെ 15, ഇവിടെ 15 ആവാൻ വേണ്ടി ശ്രമിക്കും. കണ്ടോ, ഇതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. ഇതാണ് ഡിഫ്യൂഷൻ അല്ലേ. ഡിഫ്യൂഷൻ എന്ന് പറയുന്നതാണ് മോളിക്യൂൾ മൂവ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ ടിൽ ഇറ്റ് ബിക്കം ഈക്വിലിബ്രിയം. അങ്ങനെയല്ലേ. അങ്ങനെ ഇവിടെ നോക്കും, പ്രോട്ടോൺ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, 25 നിന്ന് 5 അങ്ങോട്ട്, ഇവിടെ 15, ഇവിടെ 15, ഇതുവരെ ഈക്വിലിബ്രിയം ആകുന്നവരെ. ഇതിലൂടെ കടന്നു പോകുന്നത് ഒരു ലിവിംഗ് മെംബ്രെയിൻ കൂടെ. ലിവിംഗ് മെംബ്രെയിനിൽ കൂടെ അങ്ങോട്ട് ഇവിടെ കടന്നു പോകുന്നത് ഓസ്മോസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ കടന്നു വന്നാലാണ് അയോണുകളാണ്, പ്രോട്ടോണുകളാണ്. ഒരു കെമിക്കൽ ഓസ്മോസ്, അതാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ആരാണ് പറഞ്ഞത്? പീറ്റർ മിച്ചൽ. ഒരു കാര്യം മനസ്സിലാക്കുക, when proton gradients occur at either side of a living membrane, proton will move from higher concentration to lower concentration till it becomes equilibrium. എന്നാണ് ഒരു തിയറി. ഈ തിയറി ഇത് at either side of a living membrane നോക്കണേ. ഈ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ATP ഉണ്ടാകുന്നത്. നോക്കൂ, ഇത് മനസ്സിലാക്കണം. നിങ്ങൾ പഠിച്ചതനുസരിച്ച് ഇത് ചെടിയുടെ ഇല, ഇലയിലെ ഒരു സെല്ലകത്ത് പ്ലാസ്മ മെംബ്രെയിൻ, വാക്യൂൾ, ക്ലോറോപ്ലാസ്റ്റ്, ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. അതിലെ ഓർഗനിലാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലേ. ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റ് ചക്കത്തിൽ പോലെ ഇരിക്കുന്ന സംഭവമാണ്. അത് നമുക്ക് ചെറുതാണെങ്കിൽ 2 മെംബ്രെയിൻ ഉണ്ടായിരിക്കും. മൊത്തം വരയ്ക്കുന്നത് മനസ്സിലാവുന്നത് ക്ലോറോപ്ലാസ്റ്റ്. ഇതിനെ വിളിക്കുന്നത് എന്താണ്? ലാമില്ല അല്ലേ. ഈ ലാമിലെ ഞാൻ പുറത്തോട്ട് എടുക്കുകയാണ് കേട്ടോ. ഈ ലാമിലെ ഞാൻ പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ ചുരുട്ടി വളരെ വലുതായിട്ട് വരയ്ക്കണം. ലാമിലെ വളരെ വലുതായിട്ട്
സിംഗിൾ മെംബ്രെയിൻ ബോണ്ട് പറയുന്നത്. Lavalier is a single membrane bond structure found within the chloroplast. അല്ലേ? അതിനകത്താണ് ഞാൻ എന്തിരിക്കുന്നു പറഞ്ഞത്, പിഗ്മെന്റ് ആയിട്ടുള്ള ക്ലോറോഫിലൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഇത് PS2, ഇവിടെയാണ് PS1 ഒക്കെ ഇരിക്കുന്നത്. അപ്പോ പ്രകാശം ഒന്ന് വീഴുമ്പോൾ എന്തെങ്കിലും നടക്കുന്നുള്ളതാണ്. പ്രകാശം ഒന്ന് വീഴുമ്പോൾ, സൂര്യപ്രകാശം ഒന്ന് വീഴുമ്പോൾ, സൂര്യപ്രകാശം ഒന്ന് വീഴുന്നുണ്ട്, ജലം വിഘടിക്കും. ആദ്യം നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ, ജലം വിഘടിക്കും അല്ലേ. ഒപ്പം തന്നെ ഇതിന്റെ ഇലക്ട്രോൺ അങ്ങോട്ട് പോകും അല്ലേ. ഇലക്ട്രോൺ പോകുന്ന ആര് വഴിയാണ്? ETS വഴി ഇങ്ങനെ ഇങ്ങോട്ട് പോവുകയല്ലേ ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ ഇവിടെ എത്തുമ്പോൾ, ETS എത്തുമ്പോൾ, ETS എന്ന് പറയുമ്പോൾ അവിടെ 2 മോളികളുണ്ട്. നിങ്ങൾ എപ്പോഴും പുസ്തകം കൊടുത്തിരിക്കുന്ന പടം പോലെ തന്നെ പറയാൻ പോകുന്നത്, പക്ഷെ എന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇതാന്ന് വെച്ചോളൂ. ETS ETS അത് 2 മോളിക്യൂൾസ് ഉണ്ട്. അത് പഠിക്കണം. സൈറ്റോക്രോം B6 സൈറ്റോക്രോം B6 സൈറ്റോക്രോം F CYT എന്നിട്ടാണ് സൈറ്റോക്രോം CYTO CHRO. കെമിക്കൽ മോളിക്യൂൾ അത് ചേർത്ത് അതിന്റെ ഒരു ലിങ്കിനെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ETS 2 കെമിക്കലേ ഉള്ളൂ. ഒന്ന് സൈറ്റോക്രോം B6, മറ്റൊന്ന് സൈറ്റോക്രോം F ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഇവിടുത്തെ ഇലക്ട്രോൺ എങ്ങനെയാണ് അറിയാം? ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ചെയ്തു സൈറ്റോക്രോം B6 അപ്പൊ സൈറ്റോക്രോം B6 ആരായി? നെഗറ്റീവ് ചാർജ് ആയി അല്ലേ. ഇലക്ട്രോൺ കിട്ടിയ നെഗറ്റീവ് ചാർജ് ആവുമല്ലോ. നെഗറ്റീവ് ചാർജ് ഉള്ള മോളിക്യൂള് എക്സിസ്റ്റൻസ് ഇല്ല. പ്രകൃതിയിൽ മോളിക്യൂൾസ് ഇരിക്കുന്ന ഏത് സ്റ്റേജിലാണ്? മോളിക്യൂൾസ് ആൾവേസ് എക്സിസ്റ്റ് ഇൻ ന്യൂട്രൽ സ്റ്റേജ് അല്ലേ. അതാ ഇഷ്ടപ്പെടുന്നത്. ഉദാസീനമായി ഇരിക്കാനാണ്, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ട് ഇരിക്കാനാണ് എല്ലാ മോളിക്യൂൾസും ആഗ്രഹിക്കുന്നത്. ചാർജ് ആയിട്ട് ഇരിക്കാനാണ്. ചാർജ് ആയിട്ട് ഇരിക്കുമ്പോൾ അതിന് ഒരുപാട് ആക്ടിവിറ്റീസ് കൂടും. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ഇവിടെ ന്യൂട്രൽ ആകാൻ വേണ്ടി ഇവിടെ H+ ഇവിടെ സ്വീകരിക്കും. ആര് സ്വീകരിക്കും? സൈറ്റോക്രോം B6 സ്വീകരിക്കും. അപ്പൊ അയാൾ ആരായി? ന്യൂട്രലായി. പക്ഷെ ഇയാൾ ഇവരൊക്കെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ ഇലക്ട്രോൺ കൈ വെച്ചേക്കുന്ന ആളല്ല, ഇലക്ട്രോൺ കൈമാറുന്നവരാണ്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരാണ് അല്ലേ. ഇപ്പോ 2ാം നില കോൺക്രീറ്റ് കിടക്കുമ്പോൾ താഴെയാണ് സിമെന്റ് കുഴയ്ക്കുന്നത്. അതെടുത്ത് ഒരാളുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അത് തൊട്ടടുത്ത് കൊടുക്കണം. അങ്ങനെ സിമെന്റ് മുകളിലേക്ക് പോകുന്നു. അപ്പൊ ഒരാൾ സിമെന്റ് ചട്ടി കൈ വാങ്ങിച്ചോളാം, അല്ലെങ്കിൽ കൊടുക്കത്തില്ലെന്ന് പറയാൻ കൊടുക്കത്തില്ല, കൊടുക്കാൻ പറ്റും. അപ്പം ഇയാൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ ഇയാൾ കൊടുക്കും. ഇപ്പൊ സൈറ്റോക്രോം F ആരായി? നെഗറ്റീവ് ചാർജ് അല്ലേ. പക്ഷെ അയാൾ അപ്പോഴെന്ത് ചെയ്യും? അയാൾക്ക് ന്യൂട്രൽ ആകണം. അപ്പൊ ഇലക്ട്രോൺ കൊടുക്കുമ്പോ ഇയാൾക്ക് ഒരു വേണ്ടാത്ത ആരെയാണ്? പ്രോട്ടോണിനാണ്. അത് കളയും. അങ്ങനെയല്ല. നമുക്കൊരു തലയില് ഒരു പാറ എടുത്ത് വെക്കാൻ പോകണം. അപ്പൊ തല നോക്കാൻ വേണ്ടി ഒരു ചുമ്മാടെന്നൊക്കെ പ്രധാനമായിട്ട് വെക്കുമല്ലോ. പാറ കൊണ്ട് ഇട്ട് കളയാൻ വലിയ ചുമ്മാണ്ട് ആവശ്യമുണ്ടോ? ചുമ്മാട് കളയും. അതുപോലെ എടുക്കും. ഇതാണ് ഇലക്ട്രോൺ ഇയാൾ കൊടുക്കുന്നു. അപ്പൊ ഇയാൾ ആരായി? നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇയാൾ പ്രോട്ടോണെ പുറത്ത് പറയും. അത് ഇയാൾ എടുക്കും. ഇതിന് വേണ്ടിയിട്ടാണ് ന്യൂട്രൽ ആകാൻ വേണ്ടിയിട്ട് അല്ലേ. എന്നിട്ട് ഇലക്ട്രോൺ ഉണ്ടെന്ന് ഇയാൾക്ക് കൊടുക്കും, ഇങ്ങോട്ട് PS1 കൊടുക്കും. ഓക്കെ. അപ്പൊ അയാൾക്ക് ഇലക്ട്രോൺ ഈ പ്രോട്ടോൺ അയാൾക്ക് വേണോ? വേണ്ട. ആ പ്രോട്ടോൺ ഇങ്ങോട്ടങ്ങളെ ഇലക്ട്രോണെ കിട്ടിയപ്പോൾ സൈറ്റോക്രോം B6 നെഗറ്റീവ് ചാർജായി. ആ സൈഡ് ന്യൂട്രൽ ആകാൻ വേണ്ടി ഇവിടുന്ന് പ്രോട്ടോണെ സ്വീകരിക്കും. ഈ സാധനത്തിൽ എന്തോ ഞാൻ പേരിട്ടില്ല. ഇത് മെംബ്രെയിൻ ഓഫ് ലാമല്ല. ഈ അകത്ത സ്പേസിനെ ലൂമൻ. ഇതെന്തുവാണ്? സ്ട്രോമ. ശരിയല്ലേ? സ്ട്രോമയാണ്. അകത്ത സ്പേസിനെ ലൂമൻ എന്ന് വിളിക്കും. സ്ട്രോമയാണ്. ഇത് മെംബ്രെയിൻ ഓഫ് ലാമല്ല. അപ്പോ ഈ സ്ട്രോമയിലാണ് H+ അകത്തോട്ട് കിടക്കുന്നത്. ജലമകളിൽ ഇവിടെ H+ ഉണ്ടായി. ഇവിടെ H+ അല്ലേ. ശരിയല്ലേ? ഇനി ഈ ഇലക്ട്രോൺ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് പോകുമ്പോൾ അതിന് ആരാ സ്വീകരിക്കുന്നത്? NADP സ്വീകരിച്ച് H2 ചേർന്ന് NADP H2 ആവും. ശരിയല്ലേ? ഈ പ്രക്രിയ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും?
ഈ സ്ട്രോമയിലെ പ്രോട്ടോൺ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ 2 പ്രോട്ടോണുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവിടെയാണെങ്കിലോ പ്രോട്ടോൺ കൂടിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പോൾ ഇവിടെ ഹൈ പ്രോട്ടോൺ ആവും. ഇവിടെയാണല്ലോ ലോ പ്രോട്ടോൺ ആവും. ശരിയല്ലേ? സ്ട്രോമയിൽ പ്രോട്ടോൺ കുറഞ്ഞുകൊണ്ടിരിക്കും, എങ്ങനെ പറയുന്നത് ഒന്ന് ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കും, ഇവിടെ 2 നീക്കം ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ആണെങ്കിൽ ജലം വിഘടിച്ചിങ്ങോട്ട് വീണുകൊണ്ടിരിക്കുന്നു, ഇവിടെ പ്രോട്ടോൺ ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കുന്നു. ഫലത്തിൽ കുറെ കഴിയുമ്പോൾ ഇവിടെ പ്രോട്ടോൺ കൂടി വരും, ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ കെമിക്കൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഇവിടെ കൂടിക്കൊണ്ട് കൊണ്ടേയിരിക്കും, ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. Due to the high concentration of proton, here in human chemical osmotic potential increases and that is decreasing in the stroma. ഇത്ര മനസ്സിലായില്ല? ഇത്ര സിമ്പിൾ ആയിട്ടല്ല ഇതിനെ പടം, പക്ഷേ ഇതാണ് സംഭവം. ഇപ്പൊ തിയറി, പഴയ തിയറിയിലേക്ക് വരും. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് അതനുസരിച്ച് കൂടിയാൽ കുറഞ്ഞ ഭാഗത്തേക്ക് പോകും. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഈ പ്രോട്ടോൺ എല്ലാം പുറത്തേക്ക് വരാൻ ശ്രമിക്കും, അവിടെ കൂടി വരുമ്പോൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കും. പക്ഷേ ദിസ് മെംബ്രേൻ ഓഫ് ലാമെല്ല ഈസ് ഇംപെർമിയബിൾ ടു പ്രോട്ടോൺ. പ്രോട്ടോണെ കടത്തിവിടത്തില്ല. അകത്ത് കയറിയതൊക്കെ ഓക്കെയാണ്, പക്ഷെ പുറത്ത് നടത്തില്ല. അകത്ത് കയറിയ തന്നെ കയറിയതല്ലല്ലോ, അതുകൊണ്ട് പുറത്തേക്ക് തന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാണ് ATP സിന്തേസ്. ATP സിന്തേസ് എന്നാണ് അതിന്റെ പേര്. ഇത് 2 ഭാഗങ്ങളാണ്, CF0യും CF1. ATP സിന്തേസ് 2 ഭാഗങ്ങളാണ്, CF0യും F1. അപ്പൊ ഇയാൾ പറയണ്ടേ, ഇത് പ്രോട്ടോൺ പുറത്തോണെങ്കിൽ ഞാൻ സമ്മതിക്കും, വിക്കളാൻ പറയും. പ്രോട്ടോൺ പുറത്തോണെങ്കിൽ ഞങ്ങൾ വിക്കളാൻ പറയും. എന്തായാലും നമ്മളിപ്പോ ഒരു വീട്ടിലോട്ട് കിടക്കാൻ നോക്കിയാൽ ചുറ്റും അതിലാണെങ്കിൽ ഒരു ഗേറ്റ് കാണും അല്ലേ. ഗേറ്റിനോട് ഗേറ്റ് വാച്ച്മാൻ കാണും, തീർപ്പാൻ പറയുന്ന പോലെ, അടച്ചു പോട്ടെന്ന് പറയുന്ന പോലെ. ഇയാൾ പറയുന്നത് അതൊക്കെ പുറത്തോട്ട് പോകാനാണോ, ഞാൻ സഹായിക്കാൻ വരും എന്ന് പറയും. അപ്പൊ ഇവിടെ നിന്ന് പ്രോട്ടോണുകൾ ഇങ്ങോട്ട് ചാടും. പക്ഷെ ഇങ്ങനെ ചാടുമ്പോൾ ഇവയ്ക്ക് പ്രോട്ടോണിന്റെ ഗ്രേഡിയൻസ് ഉണ്ട്, എനർജിയുടെ ഗ്രേഡിയൻസ് സംഭവിക്കും. ആ എനർജി ഊറ്റിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഹിയർ സം ചേഞ്ചസ് ഓഫ് ദാറ്റ് ഈസ് ADPയെ പിയുമായി ചേർത്ത് ATP ആക്കി മാറ്റും. ഇങ്ങനെയാണ് അവിടെ ATP ഉണ്ടാകുന്നത്. മനസ്സിലായോ? ADP പ്ലസ് P ഈസ് ATP. അപ്പൊ ഈ പ്രോട്ടോൺ ഗ്രേഡിയൻസ് ഉള്ളത് ആ പ്രോട്ടോൺ പ്രോട്ടോണിന്റെ പൊട്ടൻഷ്യാലിറ്റി എടുത്തിട്ടാണ് ATPയെ പിയുമായി ചേർത്ത് ATP ആക്കുന്നത്. ദിസ് ഇസ് ഹൗ ATP is produced. അത് മനസ്സിലായില്ലേ? പ്രൊഫസർ കിടന്ന പടം കണ്ടാൽ ഒന്നും മനസ്സിലായില്ല, പക്ഷെ ഇതാണ് സംഭവം. എന്താ പറയാ, PS1 PS2 എന്ന് പറയുന്ന ക്ലോറോഫിൽ മോളിക്യൂൾസ് എല്ലാം ഇരിക്കുന്നത് തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ്, അല്ലെങ്കിൽ ലാമെല്ലയുടെ മെംബ്രെയിനിലാണ്. ലൈറ്റ് വീഴുമ്പോൾ അവിടെ ഇങ്ങനെ വിഘടിച്ച് H+ഉം OH- മാറും. ഒപ്പം തന്നെ ഇലക്ട്രോൺ പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അതിനെ ETS എന്ന് പറയുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുള്ള 2 മോളിക്യൂൾ സൈറ്റോക്രോം B6ഉം സൈറ്റോഎഫും ആണ് അകത്തേക്ക് കടത്തിവിടുന്നത്. അവരാ കടത്തിവിടുന്നതിന് ഒപ്പം തന്നെ ഒരു പ്രോട്ടോണിനെയും കൂടെ സ്ട്രോമയിൽ നിന്ന് ലൂമനിലേക്ക് കടത്തിവിടുന്നത്. ഈ പ്ലേസിലാണ് ലൂമൻ എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രോൺ നേരെ PS1ലേക്ക് എത്തുമ്പോൾ ഇവിടെ NADP ചേർന്ന് NH2 ആകാൻ വേണ്ടി ഇലക്ട്രോൺ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഫലമായിട്ട് സ്ട്രോമിയൽ പ്രോട്ടോണിന്റെ അളവ് കുറഞ്ഞു വരുന്നു, ലൂമിനകത്ത് പ്രോട്ടോണിന്റെ അളവ് കൂടി വരുന്നു. As a result, there occurs a chemiosmotic potential difference. It increases inside the lumen high and decreases inside the stroma low. Now proton tend to move from higher concentration to lower concentration. That is moving from lumen to stroma. Now the potential, this ATP synthase is acting as a proton channel. It is acting as a proton channel. This proton channel attracted. And by the movement of proton from lumen into the stroma, the potential difference is used for the addition of
ADP with B producing ATP. അപ്പോൾ നോക്കൂ, ഇതിനെ പ്രോട്ടോൺ പമ്പ് എന്നാണ് വിളിക്കുന്നത്. This is proton pump. കാരണം ഇത് തള്ളിവിടും, ഇത് പുറത്തേക്ക് പോലെ. ആൻഡ് ദിസ് ഇസ് കാൾഡ് പ്രോട്ടോൺ ചാനൽ. ഇവിടെ തന്നെ പോകുമ്പോൾ തള്ളി കയറ്റിയ പ്രോട്ടോൺ പമ്പ്, പ്രോട്ടോൺ ചാനൽ. ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും, നല്ല ചുമ്മാ സിമ്പിളായിട്ട് അങ്ങനെ എത്തിയിട്ടുണ്ടാവുമല്ലോ. ചെറിയ സംഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. പറഞ്ഞ ഇൻസൈറ്റ് കിട്ടുന്നുണ്ട്, ചെറിയ വ്യത്യാസം സംഭവം തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇത് ആ സാധനം ചോദിച്ചു കാണാറില്ല, ചോദിക്കുന്നത് ഇത് പറഞ്ഞു. ഈ പടം പോലും കൊടുത്തിട്ട് A+B = C എന്ന് കൊടുത്തിട്ട് പറയും ABC എന്ന് പറയും. അതാ ചോദിച്ചിട്ടുള്ളത്. ചിലപ്പം ഈ എൻസൈമിന്റെ പേരെന്ന് ചോദിച്ചേക്കാം, ATP സിന്തേസ്. എന്നാലും നമ്മുടെ ഫോക്കസ് പോയിന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഫോക്കസ് പോയിന്റ് വരുമ്പോഴേ അറിയത്തുള്ളൂ. ഇല്ലെങ്കിൽ പഠിക്കണം, ഇല്ലെങ്കിൽ തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. നമുക്ക് എൻട്രൻസ് പഠിച്ചാൽ പക്ഷേ ഫോക്കസ് പോയിന്റ് വരുമ്പോൾ അറിയത്തുള്ളൂ, അത് കാണും. ഓക്കെ, വരച്ചെടുത്തോണം, ഇത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ വഴി നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചു? ATP ഉണ്ടാക്കി വെച്ചു, NADPH2 ഉണ്ടാക്കി വെച്ചു, പിന്നെ ഓക്സിജൻ ഉണ്ടാക്കുന്നത് പുറത്തു വെച്ചു. ഇനിയാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്നത് പഠിച്ചു, സ്ട്രോമയിലാണ്. ഡാർക്ക് റിയാക്ഷൻ സ്ട്രോമ. സ്റ്റഡി ഡാർക്ക് റിയാക്ഷൻ. പർപ്പസ് ഇൻസൈഡ് ദ സ്ട്രോമ. ഇത് ആദ്യമായിട്ട് സ്റ്റഡി ചെയ്ത് മെൽവിൻ കാലിൻ എന്ന സയൻറ്റിസ്റ്റാണ്. മെൽവിൻ കാലിൻ എന്ന സയൻറ്റിസ്റ്റാണ്. ഇത് അന്നത്തെ ഈ കണ്ടുപിടുത്ത നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുമ്പോൾ ഇദ്ദേഹം ചെടി അങ്ങോട്ട് കാർബൺ ഡയോക്സൈഡ് ഓക്സിജനെ വലിച്ച് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജനെ പുറത്താകുന്നു. ഇത് എന്താണ് സംഭവിക്കുന്നത്? കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്നു, ഓക്സിജനെ പുറത്തു കളയാം. എന്ത് സംഭവം ഇതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലോ അല്ലേ? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ചില പ്രത്യേക പരീക്ഷണങ്ങളിലൂടെ ഇവിടെ എന്താണ് നടക്കുന്നത് പഠിച്ചു. അതിലൂടെ അദ്ദേഹം എടുക്കുന്നത് ക്ലോറല്ല എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ ആൽഗയാണ് എടുത്തത്. ക്ലോറല്ല എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ ആൽഗ എടുത്തു. ഓക്കെ, എന്നിട്ട് അദ്ദേഹം ഒരു പ്രത്യേക സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയുടെ പേര് ഓട്ടോ റേഡിയോഗ്രഫി എന്നാണ്. ഓട്ടോ റേഡിയോഗ്രഫി എന്നൊരു പ്രത്യേക മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റഡി എടുത്ത്. എന്താണ് ഓട്ടോ റേഡിയോഗ്രഫി എന്നറിയാം? അതായത് ഇപ്പം അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, അയഡിൻ കഴിച്ചില്ല എങ്കിൽ ഗോയിറ്റർ ഉണ്ടാകും എന്ന് പറയും അല്ലേ? ഭക്ഷണത്തിന് അയഡിൻ ഇല്ലെങ്കിൽ ഗോയിറ്റർ ഉണ്ടാകും എന്ന് പറയും. എങ്ങനെ അറിയാം? നിങ്ങൾക്ക് മനസ്സിലായി? നമ്മൾ പഠിച്ചു. ഇത് ആദ്യം എങ്ങനെ കണ്ടുപിടിച്ചത്? അയഡിന്റെ കുറവുകൊണ്ടാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. ഒരു പിടിയില്ല അല്ലേ? ഭക്ഷണത്തിൽ അയഡിൻ കുറഞ്ഞതുകൊണ്ടാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. ആദ്യം എങ്ങനെ കണ്ടുപിടിച്ചു? ഗോയിറ്റർ എന്ന ലക്ഷണം എല്ലാം കാണിക്കും. ഇതാണ് ഈ തൊണ്ടയിൽ മഴയുണ്ടാകുന്നത്. ഇത് ആദ്യകാലത്ത് കൂടുതൽ കണ്ടിരുന്നത് ഈ കടലുമായി ചേർന്ന് കിടക്കാത്ത പ്രദേശങ്ങളാണ്. സില്ല അങ്ങനെയുള്ള കടലൊന്നും ഇല്ലാത്ത പ്രദേശമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇതിനുള്ള മത്സ്യം കിട്ടത്തില്ല. അപ്പൊ കടൽ മത്സ്യം ധാരാളം അയഡിനുള്ളതുകൊണ്ട് കടൽ മത്സ്യം കഴിക്കുന്നതിൽ ഗോയിറ്റർ ഉണ്ടാകാറില്ല. എന്നാൽ കടൽ മത്സ്യം കഴിക്കാത്ത
ഉൾനാടൻ പ്രദേശങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്ക് പോയിട്ട് കൂടുതലായിട്ട് കാണുമ്പോൾ ഒരു സ്റ്റഡി എടുക്കുന്നതിന് കാരണം. അപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടി. അവരുടെ ഭക്ഷണത്തിൽ കടൽത്തീരത്തുള്ളവരുടെ ഭക്ഷണത്തെ അപേക്ഷിച്ച് ഒരു കാര്യം കുറവാണ്, കടൽ മത്സ്യങ്ങൾ കുറവാണ്. അപ്പോൾ കൂടുതൽ സ്റ്റഡി എടുത്ത മനസ്സിലായി കടൽ മത്സ്യങ്ങളിൽ അയഡിൻ കൂടുതലായതുകൊണ്ടാണ്, ഉള്ളതുകൊണ്ടാണ് കടൽത്തീരത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കടലിലെ മത്സ്യം ലഭ്യമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പോയിട്ടുണ്ടാകുന്നത് മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെ ഒരു കാരണം കൊണ്ട് ആണ് അയഡിന്റെ കുറവ് എന്നാണെന്ന് ഉറപ്പിക്കാന്ന് പറയാം. ശാസ്ത്രത്തിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹങ്ങളല്ല, സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം. അതാണ് മനസ്സിലായാൽ പോലും അതാണ് തെളിയിക്കണം, അല്ലാതെ ഊഹിക്കാനുള്ളത്. അപ്പൊ കടൽ മത്സ്യത്തിനകത്തുള്ള അയഡിൻ അല്ലാതെ വേറൊന്നും ആകുകയും ചെയ്യാനില്ല. കടൽ മത്സ്യങ്ങളുടെ അയഡിൻ മാത്രമല്ല കിട്ടുന്നത്, അപ്പൊ വേറെ എലിമെന്റ് ആയിരിക്കും. അപ്പൊ ഉറപ്പിക്കണം കടൽ മത്സ്യത്തിൽ അയഡിൻ തന്നെയാണ് ഇതിന് കാരണക്കാരനെന്ന് ഉറപ്പിക്കണം. അതിനുവേണ്ടി എന്താ പറയുമോ, അയഡിന്റെ ഐസോട്ടോപ്പ് റേഡിയോ ആക്ടിവിറ്റിയുള്ള അതെന്നറിയാലോ. ഐസോട്ടോപ്പ് റേഡിയോ ആക്ടിവിറ്റി ഉണ്ട് അല്ലേ. അപ്പൊ ഈ അയഡിൻ അടങ്ങിയ ഭക്ഷണം എലികൾക്ക് തിന്നാൻ കൊടുക്കും. എലികൾക്ക് തിന്നാൻ കൊടുക്കും. അപ്പൊ ഇത് തിന്നും. ഇതിന് ശേഷം ഇത് തിന്നു കഴിഞ്ഞാൽ ഇതിന്റെ കുടലിലെത്തിയ ശേഷം ബ്ലഡിൽ എല്ലാവർക്കും വ്യാപിച്ചതിന് ശേഷം ആരേത് സ്വീകരിക്കത്തുള്ളൂ? ഇതിന് ആംശങ്ങളെ സ്വീകരിക്കത്തുള്ളൂ അല്ലേ. ഇപ്പൊ ഞാൻ കുറച്ച് മുട്ടായി വാരി ഇട്ട് കഴിഞ്ഞാൽ അതിലെ പോകുന്ന പട്ടി വരത്തില്ല, അതിനറിയത്തില്ല മുട്ടായി ഉണ്ടോ, അതിന് വേണ്ട. പൂച്ചയും വരത്തില്ല, കാക്കയും വരത്തില്ല, കിളിയും വരത്തില്ല. പക്ഷെ കുട്ടികളുമായിട്ടുള്ള പ്രകടനം അവർക്കറിയുന്ന മുട്ടായി അവർക്ക് തിന്നാൻ കൊതിയുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട്, അത് വേണ്ടുന്നവരെ എടുക്കത്തുള്ളൂ. ഇതല്ല. അതേപോലെ ഈ അയഡിൻ ശരീരം മുഴുവൻ വ്യാപിക്കുമ്പോൾ ആർക്കാണോ അത് വേണ്ടത് ആ അവയം അത് വലിച്ചെടുക്കുന്ന ഉറപ്പാണ്. അപ്പൊ 2-3 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞ് എലിയെ കൊല്ലും. കൊന്നിട്ട് അതിനെ ഇങ്ങനെ ആന്തരാവയവങ്ങളെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. അതിന്റെ വിസറ എന്നാ പറയുന്നത്. അതിന്റെ കൂടുതലും മട്ടമെല്ലാം ഇങ്ങനെ വലത്തി ഇങ്ങനെ വയ്ക്കും. ഉള്ളം ക്യൂരിട്ട് ഇങ്ങനെ വളർത്തി വെക്കും. എല്ലാ അവയവങ്ങളും കാണുന്നത് വയ്ക്കും. പിന്നെ ഇതിന് വിസറ എന്നാ പറയുന്നത്. ഇതിനുശേഷം ലൈറ്റൊക്കെ ഇല്ലാത്തൊരു പ്രദേശത്ത് കൊണ്ടുപോയി ഇരുട്ടൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ഒരു എക്സ്റേ ഫിലിം എടുത്ത് ഇങ്ങനെ ചേർത്താൽ എക്സ്റേ ഫിലിം എടുത്ത് ചേർത്ത് പിടിക്കും. എക്സ്റേ ഫിലിം അറിയാം പ്രകാശത്തിന്റെ സ്ഥാനത്തിനകത്ത് മാറ്റങ്ങളുണ്ടാകും. ഫോട്ടോ എടുക്കുന്നു. ഇപ്പോഴത്തെ ഡിജിറ്റൽ ഫോട്ടോ അല്ല, പണ്ടത്തെ ഫോട്ടോഗ്രാഫി എന്ന് അറിയാമല്ലോ, ഫിലിം ഉപയോഗിച്ചാണ് പ്രകാശത്തിനനുസരിച്ച് അതിനകത്ത് മാറ്റം വരും. എക്സ്റേ ഫിലിം എടുത്ത് ഇരുട്ടത്താ വയ്ക്കുന്നത്. ഇപ്പോഴും എക്സ്റേ എടുക്കുന്നവർക്ക് അറിയാമല്ലോ, അസ്ഥികളുടെ പടങ്ങൾ എടുക്കുമ്പോൾ ഇരുട്ടത്താൽ വെച്ചെടുക്കണം. അതിനുശേഷം എക്സ്റേ ഫിലിം വാഷ് ചെയ്യുമ്പോൾ അത് ഇവിടെയായിട്ട് ലൈറ്റ് കടന്നു പോയതായി കാണാം. സപ്പോസ് അപ്പൊ അവിടെ ലൈറ്റ് കിടന്ന കാര്യം എന്താണ്? അപ്പൊ ആ സ്ഥലം നോക്കുന്നത് എങ്ങനെയിരിക്കുന്നത്? ലൈറ്റ് ചെയ്യാൻ കാരണം ഇവിടെ. അപ്പൊ അയഡിൻ ഇവിടെ ഇരിക്കുന്നു. മനസ്സിലായില്ലേ? എക്സെപ്റ്റ് ഇവിടാണ് ലൈറ്റ് കിടന്നെങ്കിൽ അത് സമാനമായി ഇവിടെ നിന്നാണ് ലൈറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ലൈറ്റ് ഇരിക്കുന്ന ഈ അവയവം ഏതാണ്? തൈറോയ്ഡ് ഗ്ലാൻഡാണ്. അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡിനാണ് എന്ത് വേണ്ടത്? അയഡിൻ വേണ്ടത് തെളിഞ്ഞില്ലേ? ഇങ്ങനൊരു മെത്തേഡിലേക്കാണ് ഓട്ടോ റേഡിയോഗ്രഫി. അപ്പൊ എന്താ ഓട്ടോ റേഡിയോഗ്രഫി? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് ദ റേഡിയോ ആക്റ്റീവ് എലമെന്റ് യൂസിങ് എക്സ്റേ ഫിലിം. അത്രേ ഉള്ളൂ. മനസ്സിലായി? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് ദ റേഡിയോ ആക്റ്റീവ് എലമെന്റ് യൂസിങ് എക്സ്റേ ഫിലിം. ഇത്രേ ഉള്ളൂ. ഇത് ഇയാൾ എന്താ ചെയ്യുന്നുള്ളൂ? നമ്മുടെ മെൽവിൻ ഗാൽവിൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇദ്ദേഹം ചെയ്തത്, അദ്ദേഹം ചെടികൾക്ക് ഒരു ക്യാബിനുള്ളിൽ ഇരിക്കുന്ന ചെടി ബെഞ്ചാറിനൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ, അതിനകത്ത് അദ്ദേഹം ഫ്ലോറൽ വെച്ചു. ഫ്ലോറൽ വെച്ചു, കുറെ ഫ്ലോറൽ, എല്ലാം ഫ്ലോറലാണ്. എന്നിട്ട് അദ്ദേഹം CO2 റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് അടങ്ങിയ C12 തോന്നുന്ന ഐസോട്ടോപ്പ്, കാരണം ഐസോട്ടോപ്പ് അടങ്ങിയ കാർബൺ ഡയോക്സൈഡ്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് അടങ്ങിയ കാർബൺ ഡയോക്സൈഡ് കൊടുത്തു. സ്വാഭാവികമായിട്ടും ആ കൊടുക്കുന്നതല്ലേ ആ ഫ്ലോറൽ എടുക്കത്തുള്ളൂ. ഫോട്ടോസിന്തസിസ് നിങ്ങളെ വീട്ടിൽ ഒരു പട്ടിയെ കൊണ്ട് കെട്ടിയിട്ടിട്ട് നിങ്ങൾ കഞ്ഞി സാമ്പാറോ കൊടുക്കുന്നെങ്കിൽ പട്ടിക്ക് അതേ തിന്നാനൊക്കത്തുള്ളൂ, അല്ലാതെ ബിരിയാണി തിന്നാനൊക്കത്തില്ല. കെട്ടിയിട്ട് തരണം, നമ്മൾ കൊടുക്കുന്നതിന് തിന്നാനൊക്കെ. അതേപോലെ നമ്മൾ കൊടുത്ത കാർബൺ ഡയോക്സൈഡ് ഈ ഫ്ലോറിനെ വലിച്ചെടുത്തു. ഓക്കെ, വലിച്ചെടുത്തതിന് ശേഷം അത് ഉപയോഗിച്ച് റിയാക്ഷൻ ചെയ്യുമല്ലോ, ചെയ്യും. എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ? അപ്പൊ അദ്ദേഹം ചെയ്തു, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം കുറച്ച് ഫ്ലോറലേക്ക് എടുത്തു. എന്നിട്ട് അത് ഞാൻ കൊന്നു. കുറച്ച് ഫ്ലോറൽ എടുത്തതിന് ശേഷം അതിനെ ഹോട്ട് മെത്തനോൾ ഒഴിച്ച് കൊന്നു. അങ്ങനെ ഹോട്ട് മെത്തനോൾ ഒഴിച്ചാണ് കൊന്നു. കൊന്നതിന് ശേഷം
ഏത് എലമെന്റിൽ നിന്നാണ് റേഡിയോ ആക്ടിവിറ്റി വരുന്നത് നോക്കി. അപ്പം ഈ ക്ലോറിനകത്ത് ഒരുപാട് കെമിക്കൽസ് ഉണ്ടല്ലോ. പക്ഷെ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സി എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി ഉള്ളതാണല്ലോ. അതിപ്പോ ഏത് കെമിക്കലിൽ നിന്നാണ് റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാകുന്നത് നോക്കിയപ്പോ അത് PGA 3PGA എന്നൊരു കോമ്പൗണ്ടിൽ നിന്നാണ് ഈ റേഡിയോ ആക്ടിവിറ്റി വരുന്നതെന്ന് മനസ്സിലായി. അതെന്ത് മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് എന്ത് ഊഹിക്കാം? കാർബൺ ഡൈ ഓക്സൈഡ് ഊഹിക്കാം, 3PGA അല്ലേ? പിന്നെ അപ്പൊ ബാക്കിയാത്ത റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നമ്മൾ എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം പഴയ പോലെ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ക്ലോറൽ എന്ന ഏകകോശമായ ആൾക്കാരാണ് പറയാൻ. ഇത്ര ഭാഗത്തെ ക്ലോറൽ എടുത്ത് കൊന്നു. അപ്പോഴത്തേക്ക് നേരത്തെ 10 മിനിറ്റ് അടുപ്പ് 20 മിനിറ്റ് ആയി അല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് റിയാക്ഷൻ നടന്നിട്ടുണ്ടായി. അതേ എടുത്ത് കൊന്നു. എന്നിട്ട് ഏത് കെമിക്കലാണ് വരുന്നത് കാണാം? അത് ട്രയോസ് ഫോസ്ഫേറ്റ് എന്നൊരു കോമ്പൗണ്ടിനാണ് റേഡിയോ ആക്ടിവിറ്റി വരുന്നത്. മനസ്സിലായി? ഒരു ട്രയോസ് ഫോസ്ഫേറ്റ് എന്നൊരു കോമ്പൗണ്ടിനാണ് റേഡിയോ ആക്ടിവിറ്റി വരുന്നത്. മനസ്സിലായി? ഓക്കെ. അപ്പം അദ്ദേഹം അത് എഴുതി വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് ബാക്കി കുറെ എടുത്തു, അതിനെ കൊന്നു. എന്നിട്ട് എവിടുന്ന് മനസ്സിലാക്കി നോക്കിയപ്പോൾ കാണാം മനസ്സിലാക്കിയത് അത് വന്നത് RUBP എന്നൊരു കോമ്പൗണ്ടിനാണ്. മനസ്സിലായി? റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സൈലേസ് എന്നൊരു കോമ്പൗണ്ടിനാണ് റേഡിയോ ആക്ടിവിറ്റി വരുന്നത്. ഈ കാർബൺ ഇവിടെ പോയി, പിന്നെ ഇവിടെ പോയി, ഇവിടെ പോയി അല്ലേ? അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യം എന്താ? PG ആവും, പിന്നെ ട്രയോസ് ഫോസ്ഫേറ്റ് ആവും, പിന്നെ RUBP ആവും. വീണ്ടും ബാക്കി 10 മിനിറ്റ് വീണ്ടും കുറെ എടുത്ത് വന്നപ്പോ അത് വീണ്ടും ഉണ്ടാകുന്നത് 3PGA തന്നെ ഉണ്ടായി. 3PGA എന്ന് പറഞ്ഞ കോമ്പൗണ്ട് തന്നെ ഇല്ലാന്ന് റേഡിയോ ആക്ടിവിറ്റി വരുന്നത്. ഒരു കാര്യത്തെ മനസ്സിലായി, ഇതൊരു സൈക്ലിക് റിയാക്ഷൻ ആണ് അല്ലെ? PG ഉണ്ടായി, ട്രയോസ്ഫേറ്റ്, RUBP, വീണ്ടും PG ഉണ്ടായി, ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും എന്ന് മനസ്സിലായി. അതിന്റെ ഇടയിൽ ഒരു ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന ഭാഗത്ത് നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതായിട്ടും കണ്ടു. ട്രയോസ് ഫോസ്ഫേറ്റ് ഒരു ഭാഗം RUBP ആകുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതായിട്ട്. അപ്പൊ ഇതൊരു സൈക്ലിക് റിയാക്ഷൻ ആണെന്നും ഇടയ്ക്ക് ഒരു ഗ്ലൂക്കോസ് എന്ന പ്രോഡക്റ്റ് ഉണ്ടാകുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. എന്തായാലും ഇങ്ങനെയാണ് അദ്ദേഹം എന്ത് മനസ്സിലാക്കുന്നത്? ഈ ഡാർക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നതും അതൊരു സൈക്ലിക് റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നതും അദ്ദേഹമാണ്. അങ്ങനെ അദ്ദേഹം ഇത് വ്യക്തമായിട്ട് ഞാൻ ഈ 3 കോമ്പൗണ്ട് വരെ ഉള്ള ആക്ച്വലി ഇത്രയൊന്നുമല്ല, നിങ്ങൾക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. ആക്ച്വലി 18ഓ 19ഓ കോമ്പൗണ്ട് ഞാൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഡിഗ്രി ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ, MS ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ ഇത് 18, 19 കോമ്പൗണ്ട് വരെ പഠിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് ചുരുക്കി 3-4 തന്നെ ഉള്ളൂ. അത്രയും ഇത്രയും മാറ്റത്തിലൂടെയാണ് അവസാനം സൈക്ലിക്കായിട്ട് പഠിക്കുന്നത് പഠിച്ചാണ്. സോ അതൊരു കാര്യം മനസ്സിലാക്കി, ദിസ് ഈസ് എ സൈക്ലിക് റിയാക്ഷൻ. അങ്ങനെ അദ്ദേഹം വിളിച്ചവരാണ് കാൽവിൻ സൈക്കിൾ എന്ന് വരുന്നത്. സോ ദിസ് ഡാർക്ക് റിയാക്ഷൻ ഈസ് ആൾസോ കോൾഡ് ആസ് കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിൾ. ഇനി ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഒരു 3PGA എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണല്ലോ. ഈ 3PGA എന്ന് പറയുന്ന കോമ്പൗണ്ട് 3 കാർബൺ കോമ്പൗണ്ട്, അതാണ് C3 സൈക്കിൾ. C3 cycle. So 3PGA is a first stable compound and he called it is C3 carbon compound, so he called the cycle as C3 cycle. പിന്നെ ഇവിടെയാണല്ലോ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഇതിനെ ബയോസിന്തറ്റിക് ഫേസ് എന്നും വിളിച്ചു. ബയോസിന്തറ്റിക് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അവിടെയാണ് സിന്തസിസ് നടക്കുന്നത്. മറ്റേ സിന്തസിസ് അവിടെ എനർജി മാത്രമേ ഉണ്ടാവും, ഇവിടെയാണ് ശരിക്കും ഒരു വസ്തു ഉണ്ടാകും. സോ വാട്ട് ആർ ദ അതർ നെയിംസ് ഓഫ് ഡാർക്ക് റിയാക്ഷൻ? കാൽവിൻ സൈക്കിൾ, C3 സൈക്കിൾ, ബയോസിന്തറ്റിക് ഫേസ് അല്ലേ? ബയോസിന്തറ്റിക് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്നെല്ലാം അദ്ദേഹം പേര് വിളിച്ചു. ഇപ്പൊ ഉപയോഗിച്ച ആൽഗ ഉപയോഗിച്ച ആൽഗയുടെ പേര് ക്ലോറല്ല എന്നാണ്. അദ്ദേഹം ഉപയോഗിച്ച മെത്തേഡിന്റെ പേര് ഓട്ടോ റേഡിയോഗ്രാഫി എന്നാണ്. ഇതനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് റിയാക്ഷൻ ആണ് എന്ന് മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് ഈ സൈക്കിളിലേക്ക് പോകാം. കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായിട്ട് ചേർന്ന് ഈ സൈക്കിളിൽ പ്രവേശിക്കാം. സൈക്കിൾ പ്രവേശിക്കും. ഇവിടെ ആദ്യമായിട്ട് ഒരു കോമ്പൗണ്ട് RUBP എന്നാണ്. ഇതൊരു 5 കാർബൺ കോമ്പൗണ്ട്. RUBP ഒരു 5 കാർബൺ കോമ്പൗണ്ട്. അതിന്റെ എക്സ്പാൻഷൻ റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സൈലേസ് എന്നാണ്. സോറി, റിബുലോസ് ബൈഫോസ്ഫേറ്റ് എന്നാണ്. റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സൈഡ് എന്ന് പറയാം. റിബുലോസ് ബൈഫോസ്ഫേറ്റ്.
കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കാർബൺ കോമ്പൗണ്ട് ആണല്ലോ. ഓക്കെ, ഇത് രണ്ടും ചേരുകയാണ്, റിയാക്ഷൻ പങ്കെടുക്കുക. രണ്ടുകൂടെ ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാകും. ഇവിടെ പ്രോഡക്റ്റിന് എൻസൈം ഉണ്ട്, അതിന്റെ പേര് റുബിസ്കോ എന്നാണ്. റുബിസ്കോ എന്നാണ് ഈ എൻസൈമിന്റെ പേര്. എൻസൈം ഒരു നിയമമുണ്ട്. ഇത് ക്യാപിറ്റൽ, ഇത് ക്യാപിറ്റൽ, ഇത് ക്യാപിറ്റൽ, ഇത് ക്യാപിറ്റൽ, 4 അക്ഷരങ്ങളും ക്യാപിറ്റൽ ആയിരിക്കണം. വാട്ട് ഇസ് ദി നെയിം ഓഫ് ദി എൻസൈം? റുബിസ്കോ. അതിന്റെ പേരാണ് റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സൈലേസ് ഓക്സിജനേസ് എന്നാണ് എൻസൈമിന്റെ പേര്. റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സൈലേസ് ഓക്സിജനേസ്. ഈ എൻസൈം ഇവിടെ ചേരുകയാണ്. ഈ എൻസൈമാണ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. നോക്കൂ, ഇവിടെ എത്ര കാർബൺ? ഒരു കാർബൺ. ഇവിടെ 5, മൊത്തം എത്ര കാർബൺ? 6 കാർബൺ. പക്ഷേ രണ്ടാം കോമ്പൗണ്ട് വരുന്നത് 3PGA എന്നാണ്. 3PG ആയപ്പോഴത്തേക്കും 3 കാർബണുകളെന്ന് അർത്ഥം അല്ലേ? അപ്പോൾ തന്നെ ഇതിൽ 3 കാർബൺ ഉണ്ട്. അപ്പം 3PG is a compound. So 2 into 3PG. ഇതൊരു 3PG എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോസ്ഫോഗ്ലിസറിക് ആസിഡിന് 3 P ഉണ്ട്. അതിന്റെ എത്രാമത്തെ കാർബണിലാണ് ഇത് ഒട്ടിയിരിക്കുന്നത്? അല്ലെങ്കിൽ ഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫേറ്റ്. ഗ്ലിസറിക് ആസിഡ് 3 കാർബണാണ്. അതിന്റെ 3ാമത്തെ കാർബണാണ് ഫോസ്ഫേറ്റ് ഒട്ടിയിരിക്കുന്നത്. അതാണ് 3PG എന്ന് വെച്ചാൽ അർത്ഥം. IUPAC അനുസരിച്ച് കെമിക്കൽസ് പേര് കൊടുക്കുന്നത് അറിയാലോ. ഈ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിനകത്ത് 3 കാർബൺ ഉണ്ട്. അതായത് 3ാമത്തെ കാർബൺ ഫോസ്ഫേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കോമ്പൗണ്ട് പേര് 3PGA എന്നുള്ളത്. അപ്പം അത് 3 കാർബൺ ഉള്ളല്ലോ. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്? 5 1 6. അപ്പൊ 2 × 3 = 6. ശരിയല്ലേ? ഇങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇത്രയും റിയാക്ഷൻ നടക്കാൻ ആവശ്യമുള്ള എൻസൈം പേര് കാർബോക്സിലേസ് എന്നാണ്. ഈ റിയാക്ഷൻ പേരുണ്ട്. ഈ റിയാക്ഷൻ പേരാണ് കാർബോക്സിലേഷൻ. സോ ദിസ് ഫസ്റ്റ് റിയാക്ഷൻ is called carboxylation. Name of the reaction is called carboxylation. ഇനി അടുത്തത് ഇത് ട്രയോസ് ഫോസ്ഫേറ്റായി മാറും. ട്രയോസ് ഫോസ്ഫേറ്റ് 2 ഇത് 3 കാർബൺ കോമ്പൗണ്ടാണ്. 2 മോളിക്യൂൾ. ഓക്കെ, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്ത് വേണം? ഇവിടെ ഈ പ്രക്രിയ നടക്കുകയും 6 ATP വേണം. രണ്ട് ATP വേണം. 2 ATP എന്തായാലും വന്നോളൂ. 2 ADP plus PR. അപ്പൊ എനർജി ഉണ്ട്. 2 NADH2 ആണ്. അതെന്തായി മാറുന്നു? 2 NADPH2 ആണ്. NADP ആയി മാറും. H2 ഇങ്ങോട്ട് എടുത്തു. അതാണ്. അപ്പൊ നോക്കിയോ എന്താണ് നോക്കുന്നത്? By using 2 ATP and 2 NADH2, this 3PGA become 2 molecules of triose phosphate. ഇത് 2 molecular triose phosphate ആയി മാറും. ഓക്കെ, ഈ triose phosphate ആയി മാറുമ്പോൾ ഇതിൽ നിന്ന് ഇവിടെ 2 ATP ഇവിടെ 2 ATP എടുക്കുന്നു, 2 ADP ആയി മാറുന്നു. ഇവിടെ 2 NADP എടുക്കുന്നു, 2 NADP ആയി മാറുന്നു. അപ്പൊ ഇത് H2 എന്ത് ചെയ്യും? ആ H2 ഇല്ലാത്തോട്ട് പങ്കെടുക്കും. അപ്പോൾ H2 പങ്കെടുക്കുന്ന റിയാക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം? Is called reduction. So this is second step, is called reduction. So why this step is called reduction? Of the 2 molecules of PGA become 2 molecules of triose phosphate. പക്ഷെ ഇവിടെ ഈ കൺവേർഷൻ നടക്കാൻ കുറച്ച് എനർജി വേണം. എനർജി എത്രയാണ്? 2 ATP എടുക്കും, അതിനെ മുറിച്ച് ADP ആയിട്ട് വിട്ടു, ആ എനർജി ഇങ്ങനെ എടുക്കും. ബോണ്ട് കൂടിയ എനർജിയാണല്ലോ. 2 NADP എടുത്ത് മുറിച്ച് 2 NADP വിട്ടു, 2 H2 കാണാനില്ല. ആ H2 എന്ത് ചെയ്തു? അത് ചേർക്കപ്പെട്ടു. അപ്പൊ ഈ റിയാക്ഷനകത്തോട്ട് ഹൈഡ്രജൻ അല്ലെങ്കിൽ പ്രോട്ടോൺ ചേർക്കപ്പെടുകയാണ്. റിഡക്ഷൻ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 × 3 = 6. ഇനി ഇതിൽ നിന്നും വീണ്ടും തിരിച്ചുണ്ടാകുവാണ്. അപ്പൊ എന്താണ്? ഇവിടെ ഒരു ATP വേണം. ഒരു ADP plus. By using 1 ATP, this triose phosphate become RATP. ഇവിടെ എത്ര കാർബൺ ഉണ്ട്?
ത്രെഡ് 6. ഇവിടെ ത്രെഡ് മോളിക്ക് താഴേക്ക് വരും അല്ലേ. സോ ദാറ്റ് വിൽ റിലീസ് സൂക്രോസ്. ഇത് സൂക്രോസിന് ഉണ്ടാകും. സൂക്രോസ് ഉണ്ടാവും. ഓക്കെ. സൂക്രോസ് ലേറ്റർ ബിക്കം സ്റ്റാർച്ച്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതെന്ത് ശരിയാകുന്ന കണക്കുകൾ ശരിയാവുന്നില്ല. ഇവിടെ 2/3 സംഭവിച്ചു, ഇവിടെ 2/3 അത് സംഭവിച്ചു, ഇവിടെ വന്നപ്പോൾ 5 കാർബൺ തിരിച്ചു വന്നു, അത് സംഭവിച്ചു. ഇവിടെ ഒരു കാർബൺ ഇങ്ങോട്ട് പോയിട്ടുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ്? ഇവിടെ ഒരു സൂക്രോസ് ആണ്. സൂക്രോസ് C6 ആണല്ലോ. C6H12O6 ആണല്ലോ സൂക്രോസ്. ഇവിടെ 6 കാർബൺ അങ്ങോട്ട് പോകുന്നു, ഇവിടെ ഒരു കാർബൺ അങ്ങോട്ടിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ അല്ലേ. അത് കണക്കാക്കാൻ ഇത് 6 തവണ നടക്കുന്ന സങ്കല്പിച്ച് നോക്കൂ. ഇത് 6 തവണ നടക്കുന്ന സങ്കല്പിച്ച് നോക്കൂ. അപ്പൊ കണക്ക് ശരിയാവും. നോക്കൂ, 6 കാർബൺ ഡൈ ഓക്സൈഡ്, 6 ReBP, ഇവിടെ 12, ഇവിടെ 12, ഇവിടെ 12, ഇവിടെ 12, ഇവിടെ 12, ഇവിടെ 12. ഇനിയിപ്പം ശരിയാവും. ഇനി ബാലൻസ് ശരിയാവും. നോക്കൂ, 6/1 6 കാർബൺ, 6/5 30 കാർബൺ ആണല്ലോ. ഇവിടെ എത്ര വേണം? 36 വേണം. 12/3 36. ശരിയല്ലേ? തിരിച്ചുകൂടെ വന്നു കണ്ടോ, 12/3 36. അതില് ഇങ്ങോട്ട് എത്ര പോയി? 6/5 30 പോയി. ബാക്കി എത്ര ഉണ്ട്? 6 ഉണ്ട്. ഗ്ലൂക്കോസായി ബാലൻസ് ശരിയായിട്ട്. സോ അങ്ങനെ ഇവിടെ 6 നടക്കും. ഇവിടെ എത്ര നടക്കണം? 6. ശരിയല്ലേ? ഇങ്ങനെയാണ് ബാലൻസ്. ഇങ്ങനൊന്നും പുസ്തകമില്ല, ഇങ്ങനൊന്നും പഠിക്കാൻ വേണ്ട. ബാലൻസ്ഡ് ഇക്വേഷൻ ഒരു ഇക്വേഷൻ ആണ്, അത് ഞാൻ പറയുന്നത് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയാണ് എന്റെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ ഈ സ്റ്റെപ്പിന് പേരുണ്ട്. ഇവിടെ ട്രൈവേഴ്സ് ഫോസ്ഫേറ്റ് തിരിച്ച് ആരംഭിക്കാൻ തിരിച്ചു വരുന്ന സ്റ്റെപ്പാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിന് പേരാണ് റീജനറേഷൻ ഓഫ് ReBP. This is a third step. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇത് പേരാണ് റീജനറേഷൻ ഓഫ് ReBP. സോ ദിസ് ഈസ് എ കാൽവിൻ സൈക്കിൾ അഥവാ C3 സൈക്കിൾ. ഞാൻ എഴുതുന്നു C3 സൈക്കിൾ. എന്താ C3 സൈക്കിൾ നടക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് ReBP in presence of Brunschko producing a triose phosphate. ഇത് ട്രൈവേഴ്സ് ഫോസ്ഫേറ്റ് ആണ്. ഇത് ട്രൈവേഴ്സ് ഫോസ്ഫേറ്റ് ആണ്. Called PGA, and this step is called carboxylation. ReBP expansion ribulose phosphate എന്നും Brunschko expansion ribulose biphosphate carboxylase or species എന്നുമാണ്. അത് കഴിഞ്ഞിട്ട് this triose phosphate become another triose phosphate അങ്ങനെ പറയാം by using 2 ATP and അല്ലെങ്കിൽ 12 ATP and 12 NADH2. Since H2 is added into the reaction, it is called reduction. And later the triose phosphate become ribulose biphosphate. This is called regeneration of ReBP. They are also using ATP. അല്ലേ? ഇതിന്റെ ഒരു ബാലൻസ് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇങ്ങനെയായിരിക്കും. ഇവിടെ എന്തൊക്കെയാണ് ഇൻപുട്ട്, എന്തൊക്കെയാണ് ഔട്ട്പുട്ട് എന്ന് വരച്ചു നോക്കും. അകത്തേക്ക് എന്തെല്ലാം പോകും, പുറത്തേക്ക് എന്തെല്ലാം പോകും. ഇൻ ഔട്ട്. നമുക്ക് എത്ര കാർബൺ ഡൈ ഓക്സൈഡ്? 6 കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. എന്ത് കിട്ടി? ഒരു ഗ്ലൂക്കോസ് കിട്ടും. എത്ര ATP? 12 അധികം 6 18 ATP. 18 ADP പ്ലസ് 18 P. എത്ര NADP H2? 12 NADP H2. ഇത് കിട്ടി 12 NADP. എത്ര ReBP ആദ്യം ഉണ്ടായി? എത്ര ReBP? 6 ReBP പങ്കെടുത്തു. തിരിച്ചു വരുന്നത് 6 ReBP എന്നല്ലേ. ശരിയല്ലേ? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. റിയാക്ഷൻ അങ്ങോട്ട് വിടുന്നത് ഇത്ര, ഇങ്ങോട്ട് വിടുന്നത് ഇത്ര. ശരിയല്ലേ? കൂട്ടത്തിൽ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടുന്നു. സോ ദിസ് ഈസ് എ ടോട്ടൽ റിയാക്ഷൻ. നമുക്ക് ഇതിന്റെ ഒരു ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ആണ് ഞാൻ എഴുതാം.
ഞാൻ മായ്ക്കാണ്, ഇതൊക്കെ വരച്ചെടുത്തോണേ. ഇതനുസരിച്ച് റിയാക്ഷൻ ഇക്വേഷൻ എങ്ങനെ പോകുന്നു നോക്കൂ. ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. 6 RUDP പ്ലസ് 6 CO2 പ്ലസ് 18 ATP പ്ലസ് 12 NADP H2 gives 6 RUDP തിരിച്ചു വരുന്നു, 18 ADP ഉണ്ടാവുന്നു, പ്ലസ് 18 P ഉണ്ടാവുന്നു, പ്ലസ് 12 NADP ഉണ്ടാവുന്നു, അല്ലേ, പ്ലസ് C6 H12 O6 ഗ്ലൂക്കോസ് ഉണ്ടാവും. ബാലൻസ് ഇക്വേഷൻ C3 സൈക്കിളുള്ള കാരിയർ സൈക്കിൾ. ബാലൻസ് ഇക്വേഷൻ C3 സൈക്കിളുള്ള കാരിയർ സൈക്കിൾ. ഓക്കെ, ഇത് മനസ്സിലായാലും ഇതുപോലെ പരീക്ഷ ചോദിക്കും. ഇൻപുട്ട് എന്തുവാ, ഔട്ട്പുട്ട് എന്തുവാ, അല്ലെങ്കിൽ റിയാക്ഷൻ കൊടുത്തതിന് ശേഷം ഇത് എന്തുവാ, ഇതെവിടെ നടക്കുന്നു, ഇതിന് നടക്കുന്ന സ്ഥലം ഏതാണ്, എന്നൊക്കെ ചോദിക്കും. ആരാണ് കണ്ടുപിടിച്ചതിന്റെ പേരെന്തൊക്കെയാണ്, ഇതൊക്കെ എന്റെ പേര്. C3 സൈക്കിൾ, കാരിയർ സൈക്കിൾ, ബയോസിന്തറ്റിക് ഫേസ്, ഡാർക്ക് റിയാക്ഷൻ. ഇതിൽ ഉപയോഗിക്കുന്ന എൻസൈൻ്റെ പേരെന്താണ്, ട്രൂബിസ്കോ. എഴുതണം. ഇത് മൊത്തത്തിൽ ഒരുപാട് എൻസൈൻ ഉണ്ട്, എൻസൈൻ പേര് എഴുതണ്ട, ഒരുപാട് എൻസൈൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് കാരിയർ. ഇപ്പൊ ഗ്ലൂക്കോസ് ഇതാവും നമുക്ക് ആവശ്യം സാധനം കിട്ടി യൂസ് കാർഡ് ഗ്ലൂക്കോസ് അത് കിട്ടി കഴിഞ്ഞു, ശരിയല്ലേ, ഇങ്ങനെ ഗ്ലൂക്കോസ് കിട്ടി. ഓക്കെ, യെസ്. ഇനി നമുക്കൊരു ചെറിയ ഒന്നിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. നമുക്ക് ഒരു ക്ലാസ് നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് പഠിക്കുക.